ഹലോ ചിൽഡ്രൻ വെൽക്കം ടു teachenglish.com. ഈ വീഡിയോയില് 9ാം ക്ലാസ്സിലെ അവസാനത്തെ യൂണിറ്റിലെ ടോയ്സ് ടു ടീൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നൽകുന്നത്. ഇതിലുപയോഗിച്ചിരിക്കുന്നത് AI വോയിസ് ആണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാല് കൂടുതൽ വീഡിയോകൾക്കായി ടീച്ച് ഇംഗ്ലീഷ് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള ലിങ്ക് വഴി വാട്സാപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുകയും ചെയ്യുക. ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോയും വാട്സപ്പ് ചാനലിൽ കാണാം. വീഡിയോക്ക് ലൈക്ക് അടിക്കുകയും മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണേ. എന്നാൽ നമുക്ക് ചോദ്യോത്തരങ്ങൾ നോക്കാം. Let's log in. Read the taglines given in the picture. ചിത്രത്തിൽ നൽകിയിരിക്കുന്ന ടാഗ്ലൈനുകൾ വായിക്കുക. Form groups and discuss. ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ചർച്ച ചെയ്യുക. Group discussion points. Taglines given in the picture are the following. Unlock your radiance, a youthful glow in just 2 weeks. Revitalize your hair. Rediscover the sheen you loved. Enhance your strength. Achieve fitness goals in no time. Master English faster. Silence to eloquence in just 2 days. 1. What do these taglines promote? ഈ ടാഗ്ലൈനുകൾ എന്താണ് പ്രചരിപ്പിക്കുന്നത്? They promote self-improvement products or services like skincare, hair care, fitness, and language learning programs. അവ സ്വയം മെച്ചപ്പെടുത്താനുള്ള ഉൽപ്പന്നങ്ങളോ അല്ലെങ്കിൽ ചർമ്മ സംരക്ഷണം, മുടി സംരക്ഷണം, ഫിറ്റ്നസ്, ഭാഷാ പഠന പരിപാടികൾ എന്നിവ പോലുള്ള സേവനങ്ങളോ പ്രചരിപ്പിക്കുന്നു. 2. What is the purpose of these lines? ഇത്തരം ടാഗ്ലൈനുകളുടെ ഉദ്ദേശ്യമെന്താണ്? To attract customers by promising quick, noticeable results in personal care and development. വ്യക്തിഗത പരിചരണത്തിലും വികസനത്തിലും പെട്ടെന്നുള്ള ശ്രദ്ധേയമായ ഫലങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് ഉപഭോക്താക്കളെ ആകർഷിക്കുകയാണ് ഇത്തരം ടാഗ്ലൈനുകളുടെ ലക്ഷ്യം. 3. Who is the target audience? ഇത്തരം ടാഗ്ലൈനുകളെ ലക്ഷ്യമാക്കുന്ന പ്രേക്ഷകരാരാണ്? Individuals seeking to improve their appearance, fitness, and language skills. തങ്ങളുടെ രൂപം, ഫിറ്റ്നസ്, ഭാഷാ വൈദഗ്ധ്യം എന്നിവ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെയാണ് ഇവ ലക്ഷ്യമാക്കുന്നത്. 4. Do you think these taglines are convincing? Why? ഈ ടാഗ്ലൈനുകൾ വിശ്വാസകരമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എന്തുകൊണ്ട്? They can be convincing because they offer specific time frames for results and use positive, motivational language. അവ നമ്മെ ബോധ്യപ്പെടുത്തുന്നവയാണ്. കാരണം അവ ഫലങ്ങൾക്കായി നിർദ്ദിഷ്ട സമയപരിധി വാഗ്ദാനം ചെയ്യുകയും വ്യക്തവും പ്രചോദനാത്മകവുമായ ഭാഷ ഉപയോഗിക്കുകയും ചെയ്യുന്നു. Now, let's answer the following questions. A. Why does Grace want a Monster High doll? ഗ്രേസ് എന്തിനാണ് ഒരു മോൺസ്റ്റർ ഹൈ പാവ ആവശ്യപ്പെട്ടത്? Answer. Grace wants a Monster High doll because she finds them cool and likes the character Draculaura with her long black hair, pink boots, and pet bat. ഗ്രേസ് മോൺസ്റ്റർ ഹൈ പാവയെ ആവശ്യപ്പെടാൻ കാരണം അവൾക്ക് അവയെ വളരെ ഇഷ്ടമാണ്. കൂടാതെ നീണ്ട കറുത്ത മുടിയും പിങ്ക് ബൂട്ടുകളും പെറ്റ് ബാറ്റുമുള്ള ഡ്രാഗുലോറ എന്ന കഥാപാത്രത്തെ അവൾക്ക് ഇഷ്ടവുമാണ്. B. How did Grace learn about Monster High dolls? മോൺസ്റ്റർ ഹൈ പാവകളെക്കുറിച്ച് ഗ്രേസ് എങ്ങനെയാണ് മനസ്സിലാക്കിയത്? Answer. Grace learned about Monster High dolls from her friend Maddi. They watched videos and played a computer game. മോൺസ്റ്റർ ഹൈ പാവകളെക്കുറിച്ച് ഗ്രേസ് തന്റെ സുഹൃത്ത് മാഡിയിൽ നിന്നാണ് മനസ്സിലാക്കിയത്. അവർ അത്തരം വീഡിയോകൾ കാണുകയും കമ്പ്യൂട്ടർ ഗെയിം കളിക്കുകയും ചെയ്തു. C. Why did Grace's mother finally decide to buy the Monster High doll? ഗ്രേസിന്റെ അമ്മ ഒടുവിൽ മോൺസ്റ്റർ ഹൈ പാവ വാങ്ങാൻ തീരുമാനിച്ചത് എന്തുകൊണ്ട്? Answer. Grace's mother bought the doll because Grace kept asking for it. She gave in to the pressure. ഗ്രേസിന്റെ അമ്മ പാവ വാങ്ങിയത് ഗ്രേസ് നിരന്തരം ആവശ്യപ്പെട്ടതുകൊണ്ടാണ്. അമ്മ ഗ്രേസിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങുകയാണുണ്ടായത്. D. Why do marketers focus their attention on young consumers? കച്ചവടക്കാർ ഇളംപ്രായമുള്ള ഉപഭോക്താക്കളെ, അതായത് കുട്ടികളെ ഫോക്കസ് ചെയ്യുന്നത് എന്തുകൊണ്ട്? Answer. Marketers focus on young consumers for 3 reasons. They have their own money to spend, they influence their parents' purchases and will be future consumers. കച്ചവടക്കാർ കുട്ടികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ 3 കാരണങ്ങളുണ്ട്. അവർക്ക് ചെലവഴിക്കാൻ സ്വന്തമായി പണമുണ്ട്. അവർ മാതാപിതാക്കളുടെ വാങ്ങലുകളെ സ്വാധീനിക്കുന്നു. ഭാവിയിലെ ഉപഭോക്താക്കളാണവർ എന്നിവയാണവ. E. How do children influence their parents' consumer behavior? കുട്ടികൾ മാതാപിതാക്കളുടെ ഉപഭോക്തൃ പെരുമാറ്റത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു? Answer. Children influence their parents' purchases by telling them what snacks and other items to buy. Teens give opinions on bigger purchases too.
എന്തെല്ലാം ലഘുഭക്ഷണങ്ങളും മറ്റ് വസ്തുക്കളും വാങ്ങണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കുട്ടികൾ മാതാപിതാക്കളുടെ വാങ്ങലുകളെ സ്വാധീനിക്കുന്നത്. കൗമാരക്കാർ വലിയ വാങ്ങലുകളെക്കുറിച്ചും അഭിപ്രായപ്പെടുന്നു. F. What is the impact of advertising on adolescents? കൗമാരക്കാരിൽ പരസ്യത്തിന്റെ സ്വാധീനമെന്താണ്? Answer. Advertising makes adolescents more aware of brands and trends. It can affect their self-esteem and body image. പരസ്യം കൗമാരക്കാരെ ബ്രാൻഡുകളെയും ട്രെൻഡുകളെയും കുറിച്ച് കൂടുതൽ ബോധവാന്മാരാക്കുന്നു. അത് അവരുടെ ആത്മാഭിമാനത്തെയും ശരീരസങ്കല്പങ്ങളെയും ബാധിക്കുന്നു. G. How do adolescents perceive brand names and the latest trends? ബ്രാൻഡ് നാമങ്ങളെയും ഏറ്റവും പുതിയ ട്രെൻഡുകളെയും കൗമാരക്കാർ എങ്ങനെ കാണുന്നു? Answer. Adolescents want to buy things because they see them often. They think everyone has them. കൗമാരക്കാർ പരസ്യങ്ങൾ ഇടയ്ക്കിടെ കാണുന്നതിനാൽ അവ വാങ്ങാൻ ആഗ്രഹിക്കുന്നു. മറ്റെല്ലാവർക്കും അവ ഉണ്ടെന്ന് അവർ കരുതുന്നു. H. Why do advertisers often use celebrities to endorse their products? പരസ്യദാതാക്കൾ പലപ്പോഴും സെലിബ്രിറ്റികളെ അവരുടെ ഉൽപ്പന്നങ്ങൾ സാക്ഷ്യപ്പെടുത്താൻ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ട്? Answer. Advertisers use celebrities because teens trust them. Celebrities make products look good. കൗമാരക്കാർ സെലിബ്രിറ്റികളെ വിശ്വസിക്കുന്നതിനാലാണ് പരസ്യദാതാക്കൾ അവരെ ഉപയോഗിക്കുന്നത്. സെലിബ്രിറ്റികൾ ഉൽപ്പന്നങ്ങൾ മികച്ചതാണെന്ന തോന്നലുണ്ടാക്കുന്നു. I. What, according to you, are the hidden pitfalls that lurk behind the scenes? നിങ്ങളുടെ അഭിപ്രായത്തിൽ തിരശീലയ്ക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന കെണികളെന്തൊക്കെയാണ്? Answer. Hidden pitfalls include making kids want more stuff and promoting materialism. Ads can affect self-esteem and create early brand loyalty. കുട്ടികളെ കൂടുതൽ സാധനങ്ങൾ ആവശ്യപ്പെടാൻ പ്രേരിപ്പിക്കുന്നതും ഭൗതികവാദം പ്രോത്സാഹിപ്പിക്കുന്നതും മറഞ്ഞിരിക്കുന്ന വിപത്തുകളാണ്. പരസ്യങ്ങൾ ആത്മാഭിമാനത്തെ ബാധിക്കുകയും ഉപയോഗിക്കും മുമ്പേ ബ്രാൻഡ് വിശ്വസ്തത സൃഷ്ടിക്കുകയും ചെയ്യും. Let's rewind, revisit the passage and respond to the following questions. പാഠഭാഗം വീണ്ടും വായിച്ച് താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. 1. Why was her mother surprised when Grace asked for a Monster High doll? ഗ്രേസ് ഒരു മോൺസ്റ്റർ ഹൈ പാവ ആവശ്യപ്പെട്ടപ്പോൾ അവളുടെ അമ്മ അത്ഭുതപ്പെട്ടത് എന്തുകൊണ്ടാണ്? Answer. Grace's mother was surprised because Grace had not shown any interest in such dolls before. ഗ്രേസിന്റെ അമ്മ അത്ഭുതപ്പെടാൻ കാരണം ഗ്രേസ് മുമ്പ് അത്തരം പാവകളിൽ താൽപ്പര്യം കാണിച്ചിരുന്നില്ല എന്നതാണ്. 2. Do you think it necessary for parents to help their children make good consumer choices without relying only on advertisements? Why? പരസ്യങ്ങളെ മാത്രം ആശ്രയിക്കാതെ നല്ല ഉപഭോക്തൃ തിരഞ്ഞെടുപ്പുകൾ നടത്താൻ മാതാപിതാക്കൾ കുട്ടികളെ സഹായിക്കേണ്ടത് ആവശ്യമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എന്തുകൊണ്ട്? Answer. Yes, it is necessary. Parents can guide children to make informed decisions and not be swayed by ads. അതെ, അതാവശ്യമാണ്. പരസ്യങ്ങളാൽ വശീകരിക്കപ്പെടാതെ കാര്യവിവരത്തോടെ തീരുമാനങ്ങളെടുക്കാൻ കുട്ടികളെ സഹായിക്കാൻ മാതാപിതാക്കൾക്ക് കഴിയും. 3. Advertisements help consumers develop positive values. Do you agree? Why? പരസ്യങ്ങൾ ഉപഭോക്താക്കളെ പോസിറ്റീവ് മൂല്യങ്ങൾ വികസിപ്പിക്കാൻ സഹായിക്കുന്നു. നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? Answer. Not always. While some ads promote good values, many focus on materialism and appearance. എല്ലായ്പ്പോഴും അങ്ങനെയല്ല. ചില പരസ്യങ്ങൾ നല്ല മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുമ്പോൾ മറ്റു ചിലത് ഭൗതികതയിലും രൂപഭാവത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. 4. State your opinion on the influence of advertisements on children. How can we analyze ads and make smart choices? കുട്ടികളിൽ പരസ്യങ്ങളുടെ സ്വാധീനത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയുക. പരസ്യങ്ങൾ എങ്ങനെ വിശകലനം ചെയ്യാനും മികച്ച തിരഞ്ഞെടുപ്പുകൾ നടത്താനും കഴിയും? Answer. Ads can heavily influence children. We should teach them to question ads and consider if they really need the product. പരസ്യങ്ങൾക്ക് കുട്ടികളെ വളരെയധികം സ്വാധീനിക്കാൻ കഴിയും. പരസ്യങ്ങളെ ചോദ്യം ചെയ്യാനും അവർക്ക് ആ ഉൽപ്പന്നം ശരിക്കും ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കാനും നാം അവരെ പഠിപ്പിക്കണം. 5. How do ads affect your shopping preferences? പരസ്യങ്ങൾ നിങ്ങളുടെ ഷോപ്പിംഗ് മുൻഗണനകളെ എങ്ങനെ ബാധിക്കുന്നു? Answer. Ads can make products seem more appealing and create a desire to buy them.
പരസ്യങ്ങൾ ഉൽപ്പന്നങ്ങളെ കൂടുതൽ ആകർഷകമാക്കുകയും അവ വാങ്ങാനുള്ള ആഗ്രഹം നമ്മിൽ സൃഷ്ടിക്കുകയും ചെയ്യും. 6. What should advertisers and celebrities bear in mind while promoting products? ഉൽപ്പന്നങ്ങൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ പരസ്യദാതാക്കളും സെലിബ്രിറ്റികളും എന്താണ് കണക്കിലെടുക്കേണ്ടത്? Answer. They should consider the impact on young audiences and promote products responsibly. തങ്ങളുടെ പരസ്യങ്ങൾ യുവ പ്രേക്ഷകരിൽ ചെലുത്തുന്ന സ്വാധീനം പരിഗണിച്ച് ഉൽപ്പന്നങ്ങൾ ഉത്തരവാദിത്ത ബോധത്തോടെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. 7. Does cradle to grave marketing have long-term consequences? Discuss. ക്രേഡിൽ ടു ഗ്രേവ് മാർക്കറ്റിംഗ്, തൊട്ടിലിൽ തൊട്ട് ശവക്കുഴി വരെ എന്ന മാർക്കറ്റിംഗ് ദീർഘകാല പ്രത്യാഘാതങ്ങളുണ്ടാക്കുമോ? ചർച്ച ചെയ്യുക. Answer. Yes, it can create lifelong brand loyalty but also encourages consumerism from a young age. അതെ, അതിന് ആജീവനാന്ത ബ്രാൻഡ് വിശ്വസ്തത സൃഷ്ടിക്കാനും ചെറുപ്പം മുതലേ ഉപഭോക്തൃത്വത്തെ പ്രോത്സാഹിപ്പിക്കാനും കഴിയും. 8. Advertisements influence us to a great extent. Is it wise to follow them blindly? State your opinion. പരസ്യങ്ങൾ നമ്മെ വലിയ അളവിൽ സ്വാധീനിക്കുന്നു. അവയെ അന്ധമായി പിന്തുടരുന്നത് ബുദ്ധിപരമാണോ? നിങ്ങളുടെ അഭിപ്രായം പറയുക. Answer. No, it's not wise. We should make thoughtful decisions based on our needs, not just ads. ഇല്ല, അത് ബുദ്ധിപരമല്ല. പരസ്യങ്ങളെ മാത്രമല്ല, നമ്മുടെ ആവശ്യങ്ങളെയും അടിസ്ഥാനമാക്കി ചിന്താപൂർവമായ തീരുമാനങ്ങൾ എടുക്കണം. 9. Don't judge a book by its cover. Is this statement true of advertising? Explain. ഒരു പുസ്തകത്തെ അതിന്റെ പുറംചട്ട നോക്കി വിലയിരുത്തരുത്. പരസ്യത്തിന്റെ കാര്യത്തിൽ ഈ പ്രസ്താവന ശരിയാണോ? വിശദീകരിക്കുക. Answer. Yes, ads often make products look better than they are. It's important to research before buying. അതെ, പരസ്യങ്ങൾ പലപ്പോഴും ഉൽപ്പന്നങ്ങളെ അവയേക്കാൾ മികച്ചതായി അവതരിപ്പിക്കുന്നു. വാങ്ങുന്നതിന് മുമ്പ് ഉൽപ്പന്നങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തേണ്ടത് പ്രധാനമാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ടീച്ച് ഇംഗ്ലീഷ് തേടി വന്ന എല്ലാവർക്കും 1000 നന്ദി. വീണ്ടും കാണാം. ബൈ.